വിശുദ്ധിയുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാ പേരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 44-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനതയുടെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുമുള്ള യാത്രയിൽ ദൈവത്തിന് യോഗ്യരാകത്തക്ക വിധം പരിശുദ്ധരായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഇന്നും ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നതിന് വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഒരു വിശുദ്ധിയുണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും ദൈവം കൊടുത്തുകൊണ്ട് അവരുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുവാൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത് എന്ന് കൽപ്പന കൊടുത്തു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതോടെ അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ദൈവം ആദത്തോട് ചോദിച്ചു, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ആദം പറഞ്ഞു, നീ കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് തന്നു. ദൈവം ഹവ്വായോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഹവ്വ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ കഴിച്ചു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നാം ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ പഴിചാരി വിശുദ്ധരാകുവാൻ നാം ശ്രമിക്കാറുണ്ടായിരിക്കാം. എന്നാൽ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. സ്വന്തം തെറ്റിനെ മറച്ചു വയ്ക്കുവാനല്ല, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. ദൈവസന്നിധിയിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലെ എത്രമാത്രം അറിവ് നമ്മൾ നേടിയാലും ആ അറിവ് പ്രകടമാക്കിയാലും യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തെ അറിയാതെയും വിശുദ്ധിയോടെയുള്ള ജീവിതം നയിക്കാതെയും ഇരുന്നാൽ ദൈവസന്നിധിയിൽ നിന്നും നാം പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. നാം പരിശുദ്ധരായിരിക്കുവാൻ തന്റെ തിരുരക്തം നമുക്കായി ചിന്തിയ ദൈവം, ആ ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങെന്നെ വീണ്ടെടുത്ത ദൈവമാണ്. അങ്ങേക്ക് എല്ലായ്പ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വിശുദ്ധിയുള്ള കുപ്പായം നൽകണം. സർവശക്തനേ, യേശുവേ, പ്രാണപ്രിയനേ, ഓ ജീസസ്, ജീവൻ തന്നെന്നെ വീണ്ട സ്നേഹമേ, ഓ സർവശക്തനായ കർത്താവേ, സർവശക്തനേ, ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവേ, പ്രാണപ്രിയനേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന സ്നേഹമേ, ജീവൻ തന്നെന്നെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. വീണ്ട സ്നേഹമേ, ആയൻ ഭാഗ്യമേ, ഞാൻ നിൻ സ്വന്തമേ, യേശുവേ, ആയൻ ഭാഗ്യമേ, ഞാൻ നിൻ സ്വന്തമേ, പുകഴ്ചയോ ക്രൂശിൽ മാത്രമേ, ജീസസ്, പുകഴ്ചയോ ക്രൂശിൽ മാത്രമേ. കർത്താവേ, എന്റേതായി ഒന്നുമില്ല,
എല്ലാം യേശുവേ അങ്ങയുടെ ദാനം മാത്രമാണ്. ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങേക്ക് എന്നും സ്തുതിയും ആരാധനയും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. അങ്ങയുടെ വിശുദ്ധിയുള്ള കുപ്പായം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. കർത്താവേ, എല്ലാം നിന്റെ ദാനമാണ്, നിന്റെ ദാനം മാത്രം കർത്താവേ. ദാനം മാത്രമേ ജീസസ്. എന്റേതായൊന്നും നീലൻ കൈകളിൽ എല്ലാം നിൻ ദാനം ദാനം മാത്രമേ. ഓ എന്റെ ഭാഗ്യമായ കർത്താവേ, എന്റെ സ്വന്തമായ കർത്താവേ, ഞാൻ നിൻ സ്വന്തമേ. ഓ ജീസസ്. കർത്താവേ, ഞാൻ അങ്ങയുടെ സ്വന്തമാണ്. ജീസസ്. യേശുവേ, കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ഹിതമെല്ലാം അങ്ങയുടെ ഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ. എൻ്റെ ഉയർച്ചയും ഭാഗ്യവും യേശുവേ അങ്ങിൽ നിന്നാണ്. അങ്ങയുടെ കുരിശാകുന്ന രക്ഷ എന്നിൽ കടന്നു വരട്ടെ. ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും വിശുദ്ധിയുടെ കുപ്പായം ധരിപ്പിക്കണം. സമ്പത്തോ നീയൻ യേശുവേ, നിന്നിഷ്ടം മാത്രം മതിയൻ ദൈവമേ. ഓ എൻ്റെ കർത്താവേ, സമ്പത്തോ കർത്താവേ, അങ്ങാണ് എൻ്റെ എല്ലാം. കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം, നിന്നിഷ്ടം മാത്രം മതിയൻ ദൈവമേ. ഓ എൻ്റെ ഭാഗ്യമായ കർത്താവേ, എൻ്റെ സ്വന്തമായ ദൈവമേ, ഞാൻ നിൻ സ്വന്തമേ. ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഞാൻ നിൻ സ്വന്തമേ. പുകഴ്ചയോ അങ്ങയുടെ ക്രൂശിൽ മാത്രം കർത്താവേ. ക്രൂശിൽ മാത്രമേ. എൻ പുകഴ്ചയോ ക്രൂശിൽ മാത്രമേ. ഇന്ന് ദൈവം തന്റെ വിശുദ്ധിയുടെ വസ്ത്രം നൽകി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.